വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ സ്പെക്ട്രോസ്കോപ്പി ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ആയിട്ടുള്ള UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ബയോഫിസിക്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ എന്താണ് സ്പെക്ട്രോസ്കോപ്പി? ആദ്യം തന്നെ ഇവിടെ ഒരു ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പെക്ട്രോസ്കോപ്പി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു സബ്സ്റ്റൻസ് എങ്ങനെയാണ് ലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലൈറ്റ് ഏത് രീതിയിലാണ് ആ ഒരു സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഈ ഒരു സ്പെക്ട്രോസ്കോപ്പി ഒരു ബ്രോഡർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതിൽ ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിനെയാണ് നമ്മൾ സ്പെക്ട്രോ ഫോട്ടോമെട്രി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിയുടെ കുറെ ടൈപ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ടൈപ്പ് ആണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ UV വിസ് സ്പെക്ട്രോസ്കോപ്പി. അതിന്റെ പ്രിൻസിപ്പിൾസും മെത്തഡോളജിയും ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിയിൽ ഇത്രയേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഒരു സബ്സ്റ്റൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾസ് അൾട്രാ വയലറ്റ് റീജിയനിലെയും വിസിബിൾ റീജിയൻസിലെയും ലൈറ്റിനെ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്, ആ ഒരു അബ്സോർപ്ഷന്റെ മെഷർമെന്റും ദെൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തുണ്ടാകുന്നു, ആ ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസിന് ട്രാൻസിഷൻ ഉണ്ടാകുന്നുണ്ട്. ട്രാൻസിഷൻ എന്ന് വെച്ചാൽ എന്താ, ഓൾറെഡി ഉള്ള ഒരു ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റിനാണ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. വിസിബിൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 400 മുതൽ 800 വരെയുള്ള ആ ഒരു നാനോമീറ്റർ റേഞ്ചിലാണ് അല്ലെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്കാരാണ്, അതായത് വിസിബിൾ ലൈറ്റിനേക്കാളും വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്കാർ 200 മുതൽ 400 വരെ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണ് അൾട്രാ വയലറ്റ്. ദെൻ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി വേറെ ഉണ്ട്, അത് അത്രയും വേവ് ലെങ്ത് കൂടിയതാണ്. വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറവായിരിക്കും എന്നും മനസ്സിലാക്കി വെക്കുക. ഈ ഒരു വിസിബിൾ ലൈറ്റിലെയും അൾട്രാ വയലറ്റ് ലൈറ്റിലെയും ഈ ഒരു ലൈറ്റിനെ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ഈ ഒരു സ്പെക്ട്രോസ്കോപ്പി, ഏത് സ്പെക്ട്രോസ്കോപ്പി എടുത്താലും മെയിൻ ആയിട്ട് അവയുടെ ലൈറ്റ് എമിഷൻ, ആ ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിൽ അവയുടെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബിയർ ലാംബർട്ട് ലോ ആണ്. അപ്പൊ എന്താണ് ബിയർ ലാംബർട്ട് ലോ എന്ന് വെച്ചാൽ, ഇതാ ഈ ഒരു പിക്ചർ ബേസ് ചെയ്തിട്ടാണ് ബിയർ ലാംബർട്ട് ലോ പറയുന്നത്. അതായത് ഒരു മോളിക്യൂൾസ് ഒരു സ്പെസിഫിക് ലൈറ്റ് വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യാണ്. ഒരു മോളിക്യൂള് അബ്സോർബ് ലൈറ്റ് ഓഫ് എ സ്പെസിഫിക് വേവ് ലെങ്ത്, അതിപ്പോ UV ആയിക്കോട്ടെ വിസിബിൾ ആയിക്കോട്ടെ, ഒരു സ്പെസിഫിക് വേവ് ലെങ്തിലുള്ള ലൈറ്റ്. അപ്പൊ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റൻസിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പം ഒരു മോളിക്യൂൾ, ഇതൊരു ക്യുവറ്റ് ആണ്, ആ ഒരു ക്യുവറ്റിൽ എന്തുണ്ട്, ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ആ ഒരു സൊല്യൂഷനിൽ മോളിക്യൂൾ ഉണ്ട്. അപ്പൊ ആദ്യം ഇതിലോട്ടേക്ക് ഒരു ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഇന്റൻസിറ്റി ഉണ്ടാവും. ആദ്യമുള്ള ഇന്റൻസിറ്റിനെ നമ്മൾ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി I0 എന്നാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ഇന്റൻസിറ്റിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ ഇതിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്, അബ്സോർബ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു മോളിക്യൂൾ അബ്സോർബ് ചെയ്യുമ്പോൾ ഇതിലുള്ള എനർജി, ഈ ഒരു മോളിക്യൂൾസിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, പ്രൊമോട്ടഡ്, അബ്സോർബ് ചെയ്യുമ്പോൾ പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു ലോവർ എനർജി ലെവൽസിൽ നിന്ന് ഒരു ഹയർ എനർജി, ഒരു എക്സൈറ്റഡ് ലെവലിലോട്ട് പോകും. അവയുടെ എനർജി കൂടുന്നു. അപ്പൊ ഈ ഒരു ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പം അവയിലുള്ള ആ ഒരു ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുമ്പം എക്സൈറ്റേഷൻ വരുന്നുണ്ടല്ലോ, ഒരു ട്രാൻസിഷൻ അവിടെ വരുമ്പം അതിനനുസരിച്ചിട്ട് ആ ഒരു ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ആ ഒരു ട്രാൻസിഷൻ മാറുന്നത്. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലോട്ട് പോകുമ്പം ഇന്റൻസിറ്റിയിലും ചേഞ്ച് ഉണ്ടാകും. അതായത് ഇതിലൂടെ പാസ് ചെയ്ത് തിരിച്ച് പുറത്തേക്ക് പോകുന്ന ലൈറ്റ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്നാണല്ലോ പറയാം. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. ഓക്കെ, ആ ഒരു ഇന്റൻസിറ്റി ആണ് അബ്സോർബൻസിനെ ബേസ് ചെയ്തിട്ടിരിക്കുന്നത്. അതായത് ഈ ഒരു മോളിക്യൂള് എത്ര എമൗണ്ട് ലൈറ്റ് അബ്സോർബ് ചെയ്തു എന്ന്, അതിനെയാണ് അബ്സോർബൻസി എന്ന് പറയുന്നത്. ആ ഒരു അബ്സോർബൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്റൻസിറ്റി ഉണ്ടായിരിക്കുക. നമുക്ക് രണ്ട് രീതിയിൽ ഈ ഒരു ബിയർ ലാംബർട്ട് ലോ പറയാം. ഒന്നാമത്തെ കേസിൽ, അതായത് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ എത്ര ലൈറ്റ് അബ്സോർബ് ചെയ്തു, ആ ഒരു ലൈറ്റ് അബ്സോർബ് ചെയ്തതിന്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും ആ ഒരു അബ്സോർബിംഗ് സ്പീഷീസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സ്പീഷീസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The concentration of absorbing species is directly proportional to the light
അബ്സോർബ്ഡ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അബ്സോർബൻസി എന്ന് പറയുന്നത് log I0/IA ആണ്. അതായത് ലെസ് ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ കൂടുതലായിട്ട് അബ്സോർപ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഹൈ അബ്സോർപ്ഷൻ നടന്നു എന്നാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു മോളിക്യൂള് എങ്ങനെയാണ് ആ ഒരു ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്, ആ ഒരു അബ്സോർബൻസ് കൂടുതലാണോ കുറവാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. അതിൽ UV ലൈറ്റിന്റെയും വിസിബിൾ ലൈറ്റിന്റെയും അബ്സോർപ്ഷൻ എന്താ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ആ ഒരു ലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ മെത്തഡോളജി നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഏകദേശം എല്ലാ സ്പെക്ട്രോസ്കോപ്പിയുടെയും ഒരു എന്താ മെത്തേഡ് അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഒരു ലൈറ്റ് സോഴ്സ് അവൈലബിൾ ആയി കൊടുത്തു. അപ്പൊ ലൈറ്റ് സോഴ്സ് ഇവിടെ യുവിയും ഉണ്ട് വിസിബിളും ഉണ്ട് അല്ലെ. ഇപ്പൊ ഡ്യൂട്ടീരിയം ലാബാണ് യുവിക്കായിട്ട് നമ്മൾ ആദ്യം സാധാരണ യൂസ് ചെയ്തത്. then നമ്മൾ സാധാരണ ടങ്സ്റ്റൺ ഫിലമെന്റ് ബൾബാണ് ഈ വിസിബിൾ ലൈറ്റിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു വിസിബിൾ ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ആ ഒരു വിസിബിൾ ലൈറ്റ് എന്ത് ചെയ്യണം, ഒരു മോണോക്രോമാറ്ററിലൂടെ, മോണോക്രോമാറ്റർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബോക്സ് ആയിരിക്കും. ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഒരു പ്രിസം ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു പ്രിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലൈറ്റ് കൊടുക്കുമ്പോൾ ആ ലൈറ്റ് പ്രിസത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ലൈറ്റിനെ ഡിഫറെന്റ് വേവ് ലെങ്ത്തിൽ അത് സെപ്പറേറ്റ് ചെയ്യും. ഡിഫറെന്റ് വേവ് ലെങ്ത്തിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു മോണോക്രോമാറ്ററിലൂടെ പുറത്തേക്ക് വിടുന്നത് ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് മാത്രമായിരിക്കും. നമുക്ക് ഏത് വേവ് ലെങ്ത് ആണോ വേണ്ടത് ആ ഒരു വേവ് ലെങ്ത് ഉള്ള ലൈറ്റിന് മാത്രമേ ഈ മോണോക്രോമാറ്ററിലൂടെ പുറത്തോട്ട് വിടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഒരു പ്രിസം ആദ്യം വേവ് ലെങ്ത് അനുസരിച്ച് വേർതിരിക്കുന്നു. then ആ മോണോക്രോമാറ്ററിലൂടെ ഒരു സ്പെസിഫിക് ലൈറ്റ് മാത്രം പോകുന്നു. ഇനി നമ്മൾ ഏത് സബ്സ്റ്റൻസ്, നമുക്കിപ്പോൾ പ്രോട്ടീനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസസ് എടുത്തിട്ടുള്ളത് ഒരു ക്യുവറ്റിലോ അല്ലെങ്കിൽ ഒരു സാമ്പിൾ ഹോൾഡറിലോ ആയിരിക്കും. അപ്പൊ ഈ ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആ ഒരു സാമ്പിൾ ഹോൾഡറിലൂടെ പാസ് ചെയ്യാണ്. ആ ഒരു ഹോൾഡറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇൻസിഡന്റ് ലൈറ്റും then അതിന് ശേഷം വരുന്ന ആ ഒരു ലൈറ്റിന്റെയും ഇന്റൻസിറ്റി, ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇന്റൻസിറ്റി മാറ്റായിരിക്കും അല്ലെ. അപ്പൊ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി നമ്മൾ ആദ്യം ഡിറ്റക്ട് ചെയ്തു. then അതിനുശേഷം എന്ത് ചെയ്യാണ്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ലൈറ്റ് അല്ലേ ഈ ഒരു റീജിയനിൽ, ട്രാൻസ്മിറ്റ് ചെയ്ത ലൈറ്റ് എന്ത് ചെയ്യാണ്, മെഷർ ചെയ്യാണ്. ആ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു അബ്സോർബൻസ് മെഷർ ചെയ്യുന്ന ഒരു ഡിറ്റക്ടർ ഇവിടെ ഉണ്ടായിരിക്കും. ആ ഒരു ഡിറ്റക്ടറിലോട്ട് ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് പോകുന്നു. then ഡിറ്റക്ടർ എന്ത് ചെയ്യും, അതിന്റെ അബ്സോർബിംഗ് കപ്പാസിറ്റി മെഷർ ചെയ്തിട്ട് അബ്സോർബൻസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കും. then ആ ഒരു അബ്സോർബൻസിനെ മെഷർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അബ്സോർബൻസ് ട്രാൻസ്മിറ്റൻസ് ഉണ്ടായിരിക്കും. then ഇതിലുള്ള അബ്സോർബൻസ് ബേസ് ചെയ്തിട്ട് ഇപ്പൊ UV ലൈറ്റ് എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു, വിസിബിൾ ലൈറ്റിലെ ഏത് വേവ് ലെങ്ത്തിലാണ് കൂടുതൽ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിൾ അബ്സോർബ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം. അബ്സോർബൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബയോ കെമിസ്ട്രിയിലും അല്ലെങ്കിൽ ബയോ ഫിസിക്സിലും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് പ്രോട്ടീൻസിന്റെ എമൗണ്ട് ക്വാണ്ടിഫിക്കേഷൻ നോക്കാനും ന്യൂക്ലിക് ആസിഡിന്റെ ക്വാണ്ടിഫിക്കേഷൻ നോക്കാൻ, then എൻസൈംസിന്റെയും അവയുടെ കോഫാക്ടറിന്റെയും സ്റ്റഡീസിലും കലോറിമെട്രിക് അസേസിലും ലിഗാൻഡ് പ്രോട്ടീൻ ഇന്ററാക്ഷൻ സ്റ്റഡീസിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിലും സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ ഏകദേശം സെയിം ആയിരിക്കും, ചില എക്സെപ്ഷൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ UV വിസിബിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.